കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്നാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലേക്കുള്ള 32 അടി ഉയരവും 8 ടൺ ഭാരവുമുള്ള ലോഹശില്പം ഒരുങ്ങുന്നത്. കപ്പൽശാലയുടെ 50-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ടെറാ മാരിസ് എന്ന് പേരിട്ട ശില്പം സ്ഥാപിക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. ടെറാ മാരിസ് എന്ന ഗ്രീക്ക് വാക്കിന് കടലിൽ നിന്നുയർന്ന നിലം എന്നാണ് അർത്ഥം. 800 വർഷത്തിലേറെ പഴക്കമുള്ള വെങ്കല പൈതൃക ഗ്രാമമായ കുഞ്ഞിമംഗലത്ത് പരമ്പരാഗത രീതിയിലാണ് ശില്പികളുടെ കൂട്ടായ്മയിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. 12 അടി നീളവും 8 അടി വീതിയും 5 അടി ഉയരവും വരുന്ന കരിങ്കൽ തറയിൽ 1.5 അടി വ്യാസമുള്ള ലോഹഗോളത്തിലാണ് എഞ്ചിനീയറിംഗ് മികവിൽ ശില്പം നിർമ്മിക്കുന്നത്. ഗോളത്തിന് മുകളിൽ അർദ്ധഗോള രൂപത്തിൽ ഭൂമി, തുടർന്ന് കടലിന്റെ പ്രതീകമായി മറ്റൊരു അർദ്ധഗോളം, പിന്നെ തിരമാലയും അതിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന കപ്പലുമാണ് ശില്പത്തിന്റെ ഭാഗങ്ങൾ. ഇവ പ്രത്യേകം നിർമ്മിച്ച ശേഷം സ്ഥാപിക്കുമ്പോൾ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുക. കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമുക്ക് ഈ വർക്ക് കിട്ടിയത്. ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന് പറയുന്ന ആൾ മരപ്രഭു രാമേന്ദ്രൻ സാറാണ്. അവരാണ് ഈ വർക്ക് നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്തത്. പിന്നെ ഈ വർക്ക് മൊത്തം കൈകൊണ്ട് മാത്രം, അതായത് മാൻ പവർ മാത്രമാണ്, മെഷീനറി ഒന്നും ഉപയോഗിക്കാതെ മാൻ പവറിൽ മാത്രം ചെയ്യുന്ന വർക്കാണ്. ഇതിനുവേണ്ടി ഒരുപാട് കലാകാരന്മാരും ജോലിക്കാരിലായിട്ട് കുറേ ആൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടാണുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് 31-ാം തീയതി ഇവിടുന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ ബാക്കി അവിടെ അതിൻ്റെ ഇൻസ്റ്റലേഷൻ അവിടെ നിന്നാണ് ചെയ്യുന്നത്. കപ്പൽ നിർമ്മാണശാലയുടെ സാങ്കേതിക മികവിന്റെ പ്രതിഫലനം കൂടിയാണ് ടെറാ മാരിസ് ശില്പം. സ്റ്റീൽ, ചെമ്പ്, ഓട് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം. സ്റ്റീലുമായി ബന്ധപ്പെട്ട പണികൾ സി ഉത്തമൻ, വി വിജയൻ, എസ് ശിവദാസൻ എന്നീ ശില്പികളുടെ നേതൃത്വത്തിൽ 4 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. കൊത്തുപണികൾ ലോഹകലാകാരന്മാരായ വി രാധാകൃഷ്ണൻ, VS രാജൻ, അനിൽ ചെങ്ങളേട് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ചെയ്യുന്നത്. കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമം സെക്രട്ടറി കൂടിയായ P വത്സന്റെ നേതൃത്വത്തിൽ VV ശശിധരൻ, P രവി, KV രാജൻ എന്നിവർ ചേർന്നാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വെങ്കല പൈതൃക ഗ്രാമത്തിന് കിട്ടിയ ഏറ്റവും വലിയ വർക്കാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്കുള്ള ശില്പത്തിൻ്റെ ഏറ്റവും അടിഭാഗത്ത് സ്ഥാപിക്കുന്ന ഒരു ഗോളം. വെങ്കലത്തിലാണ് ഏതാണ്ട് 120 കിലോളം ഭാരം വരുന്ന ഈ വെങ്കലം നമ്മുടെ വെങ്കല പൈതൃക ഗ്രാമത്തിന് ഇവിടെ നിന്നാണ് നിർമ്മിച്ചത്. ഇത് മാത്രമല്ല, ഇതിനോടനുബന്ധിച്ചുള്ള സ്റ്റീലിൻ്റെ വർക്കുകളായാലും കോപ്പറിൻ്റെ വർക്കുകൾ നമ്മുടെ നാട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഏറെ അഭിമാനകരമായ വർക്കാണ്. അതിന് കഴിഞ്ഞ ദിവസം കൊച്ചിൻ ഷിപ്പ്യാർഡിലെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് വന്ന് നമ്മുടെ വർക്കൊക്കെ കണ്ടിട്ട് അവർ വളരെ സംതൃപ്തിയോടെയാണ് തിരിച്ചു പോയത്. ഈ അടുത്ത മാസമാണ് ഇവിടെ ഷിപ്പ്യാർഡിൽ വെച്ച് ഇത് സ്ഥാപിക്കുന്നത്. ജനുവരി ആദ്യവാരം തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് കൊച്ചിയിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. 2022-ൽ 50-ാം വാർഷികാഘോഷ ചടങ്ങിൽ കേന്ദ്രമന്ത്രി സർദാനന്ദ സോനോവാളാണ് ലോഹശില്പ രൂപകൽപ്പനയുടെ ഡിജിറ്റൽ വീഡിയോ പ്രകാശനം ചെയ്തത്. ശില്പം രൂപകൽപ്പന ചെയ്തത് ആലുവ സ്വദേശി മരപ്രഭു രാമചന്ദ്രനാണ്. 1000-ലേറെ വർഷം നിലനിൽക്കുന്ന ഈ ലോഹശില്പം ഭാരതീയ ശില്പകലയ്ക്കും കേരളത്തിനും അഭിമാനകരമായി മാറുമെന്നതും തീർച്ചയാണ്. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.